ഒരു നോർമൽ ഡെലിവറി അല്ലെങ്കിൽ ഒരു സിസേറിയൻ കഴിഞ്ഞ ഒരു മദർ അല്ലെങ്കിൽ ഒരു പേരൻസിനുള്ള ഫസ്റ്റ് കൺസേൺ എന്താണെന്ന് വെച്ചാൽ ഡോക്ടറെ ഞങ്ങളുടെ ബേബി കരഞ്ഞു തന്നെയാണോ പുറത്ത് വന്നത് എന്നുള്ളതാണ്. സോ എന്താണ് ഈ ക്രൈങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്? സോ ക്രൈ ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഫസ്റ്റ് ഒരു ന്യൂ ബോൺ ബേബിയുടെ ഒരു റിഫ്ലെക്സ് സ്റ്റിമുലസ് ആണ് ടു ക്രൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ലങ്സിലേക്ക് ബേബിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ചെല്ലുന്നത്. ഈ ഓക്സിജൻ എല്ലാ അവയവങ്ങളും പ്രോപ്പറായിട്ട് ചെന്നാലേ ഉള്ളൂ ബേബിയുടെ ഒരു സർവൈവൽ പ്രോപ്പർ ആവുള്ളൂ. ഈ ഓക്സിജൻ ചെന്നില്ലെങ്കിൽ അത് കൂടുതലായിട്ട് അഫക്റ്റഡ് ആകുന്നത് ബ്രെയിനായിരിക്കും. ഓക്സിജൻ്റെ അളവ് കുറവുള്ളതുകൊണ്ട് ഈ ബ്രെയിനിലെ കോശങ്ങൾ നമ്മൾ ന്യൂറോൺസ് എന്ന് പറയും, ന്യൂറോൺസിൻ്റെ ആ ഒരു ഡാമേജ് സംഭവിക്കുകയും ഇങ്ങനെയുള്ള കുട്ടികളിൽ മുന്നോട്ട് ബുദ്ധി വൈകല്യം അല്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ ടേംസിൽ സെറിബ്രൽ പാൽസി എന്ന് പറയും. സോ ഇത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം? എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു NICUയിൽ വേണം നമ്മൾ ഇങ്ങനെയുള്ള ബേബീസിനെ ടേക്ക് കെയർ ചെയ്യാൻ. വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഈ ഒരു സൗകര്യം ഇല്ലെങ്കിൽ ഒരു ലെവൽ 3 നിയോനറ്റൽ NICU ഉള്ള ഒരു സെൻറ്ററിലേക്ക് നമ്മൾ ബേബീനെ എത്രയും പെട്ടെന്ന് തന്നെ ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സിനാരിയോയിൽ ഈ കരയാതെ വരുന്ന ബേബീസിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞത് തന്നെ 72 അവേഴ്സിലേക്ക് ബേബിയുടെ ബോഡി ടെമ്പറേച്ചർ ഫ്ലക്ച്വേറ്റ് ചെയ്യാതെ ഒരു 33.5 എന്നുള്ളൊരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഈ ടെമ്പറേച്ചറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 33.5 ടെമ്പറേച്ചറിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഈ ഡാമേജ് വന്ന ന്യൂറോൺസിൻ്റെ ആ ഒരു ന്യൂറോണൽ ഡാമേജ് അതിൻ്റെ ആ ഒരു ആഘാതം വളരെ കുറയും. സോ ദാറ്റ് നമുക്ക് ഭാവിയിൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ വരാൻ സാധ്യതയുള്ള ഒരു വൈകല്യങ്ങൾക്കൊരു ചാൻസസ് വളരെ കുറയും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു എക്യുപ്മെൻറ്റ്സ്, അതായത് ഈ കൂളിംഗ് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ പ്രൊവൈഡ് ചെയ്യാനുള്ള 2 ഗ്രൂപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. അതായത് സെലക്റ്റീവായിട്ട് ഹെഡ് കൂൾ ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്, ടോട്ടൽ ബോഡി കൂളിംഗ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. സെലക്റ്റീവ് ഹെഡ് കൂളിംഗ് കറന്റ് സിനാരിയോ ഇറ്റ്സ് ഒബ്സൊലീറ്റ്, ആരും അങ്ങനെ യൂസ് ചെയ്യാറില്ല. യൂഷ്വലി യൂസ് ചെയ്യുന്നത് ടോട്ടൽ ബോഡി കൂളിംഗ് എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെന്റ് മൊഡാലിറ്റിയാണ്. ഈ ഹോൾ ബോഡി കൂളിംഗ് ചെയ്യാൻ തന്നെ പല എക്യുപ്മെൻറ്റ്സ് ഉണ്ട്. കോസ്റ്റ് വൈസ് നോക്കുകയാണെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണ് മിറാക്രാഡിൽ എന്ന് പറഞ്ഞുള്ളൊരു എക്യുപ്മെന്റ്. സോ ഈ മിറാക്രാഡിൽ തന്നെ കുറച്ച് പാർട്സ് ഉണ്ട്. അപ്പോൾ അതിന് മിറാക്രാഡിൽ നമ്മൾ ബേബിയെ കിടത്തുന്ന ഒരു ബേസിനെറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കൂളിംഗ് അറ്റൈൻ ചെയ്യാനായിട്ടുള്ള 2 സെറ്റ് ഓഫ് മാട്രസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ബേബീനെ കൂൾ ചെയ്യാനാണെങ്കിൽ നമ്മൾ ഈ 2 മാട്രസും യൂസ് ചെയ്യുക. എന്നിട്ട് ബേബിയുടെ ആ ഒരു ടെമ്പറേച്ചർ ഒരു 33.5 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമ്മൾ ആ FS21 എന്ന് പറഞ്ഞൊരു മാട്രസ് നമ്മൾ റിമൂവ് ചെയ്യുക. സോ ദാറ്റ് ആ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിലേക്ക് നെക്സ്റ്റ് ഒരു 72 അവേഴ്സിലേക്ക് നമ്മൾ ബേബിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. പിന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് നമ്മൾ ചിലപ്പോൾ ബേബിക്ക് വേണ്ടി വരും. കാരണം ബേബിക്ക് അറിയാതിരിക്കുന്ന ബേബീസിൽ ചിലപ്പം ഫിറ്റ്സ് വരാം, സീഷേഴ്സ്. അപ്പോൾ സീഷേഴ്സിനുള്ള മെഡിസിൻസ് പോകേണ്ടി വരുമായിരിക്കും. ചിലപ്പോൾ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടുള്ള ബേബീസ് ആവാം, നമ്മൾ വെന്റിലേറ്ററിൻ്റെ ഒരു സപ്പോർട്ട് വേണ്ടി വരും. ചിലപ്പോൾ BP-യിലൊക്കെ ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകും, അപ്പോൾ അതിനുള്ള മെഡിസിൻസ് പോകേണ്ടി വരും. സോ അപ്പം ഈ തെറാപ്യൂട്ടിക് ഹൈപ്പോതെർമിയ കൊടുക്കുന്നതിനൊപ്പം നമ്മൾ പാരലായിട്ട് ബാക്കിയുള്ള എല്ലാ ക്രിട്ടിക്കൽ കെയർ ട്രീറ്റ്മെൻറ്റ്സും നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക.